കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വരും ദശകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നിർണായക നീക്കത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. യമനിലെ ജയിലിൽ മരണത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം എന്ന മാനുഷികമായ ലക്ഷ്യത്തെ മുൻനിർത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു സൗഹൃദ സന്ദർശനമല്ല, മറിച്ച് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും ന്യൂനപക്ഷ ധ്രുവീകരണത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നയതന്ത്ര നീക്കത്തിന്റെ തുടക്കമാണ്. മരണമുനുമ്പിൽ നിന്നുള്ള തിരിച്ചുവിളി. ഒരു സാധാരണ പ്രവാസി കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു നിമിഷപ്രിയ. യമനിൽ നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ കേരളക്കരയെ ആകെ സങ്കടത്തിലാഴ്ത്തിയതാണ്. വധശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള നിയമപരമായ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടു. ബ്ലഡ് മണി നൽകി ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ യമനിലെ ആഭ്യന്തര സാഹചര്യം ഈ ശ്രമങ്ങൾക്ക് വലിയ തടസ്സമായിരുന്നു. ഇവിടെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ആഗോള മുസ്ലിം പണ്ഡിതന്റെ പ്രസക്തി കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നത്. അറബ് രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ ഭരണാധികാരികളുമായും മത നേതാക്കളുമായും കാന്തപുരത്തിനുള്ള പതിറ്റാണ്ടുകളുടെ ആത്മബന്ധം നിമിഷപ്രിയയുടെ കേസിൽ ഒരു സമാന്തര നയതന്ത്രജ്ഞനായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. യമനിലെ പ്രാദേശിക ഗോത്ര തലവന്മാരെ സ്വാധീനിക്കാൻ കാന്തപുരത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് കഴിയുമെന്ന് കേന്ദ്ര സർക്കാരിന് വലിയ പ്രതീക്ഷയുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ച കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ ഒരേപോലെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. കാലങ്ങളായി മുസ്ലിം സമുദായം LDFനും UDFനും ഒപ്പം ഉറച്ചുനിന്ന ചരിത്രമാണ് കേരളത്തിനുള്ളത്. എന്നാൽ കാന്തപുരം വിഭാഗം കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നത് ഈ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തും.